രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച് ഒത്തിരി ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. നിങ്ങൾ കാണുകയുണ്ടായി. ഒരു കവലപ്രസംഗം എന്നതിലുപരി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം എനിക്ക് തോന്നിയത് തികച്ചും സാംബശിവൻ്റെ കഥാപ്രസംഗം പോലെയാണ്. മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ, അവർ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഒരു മറുപടിയും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണ ഏജൻസികൾ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാറുണ്ട്. കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി, ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഉയർത്തിയ ഇത്തരം ആരോപണങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പോലുള്ളവ പരിശോധിച്ച് അന്വേഷണ ഏജൻസികൾ കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കള്ളത്തരത്തിലൂടെ ജനവിധി അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന NDA ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് വീണ്ടും എലക്ഷനിലേക്ക് രാജ്യത്തെ തരപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് ഈ ഘട്ടത്തിൽ പോരാടിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടാൻ സുപ്രീം കോടതി കഴിയും. അതുപോലെ തന്നെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാനും NDA സർക്കാരിൻ്റെ സമാപ്തി കുറിക്കുവാനും കഴിയും.